കൊച്ചി നഗരത്തിലെ മെട്രോ നിർമ്മാണ പ്രവർത്തികൾക്കിടെ വീണ്ടും പ്രധാന ജലവിതരണ പൈപ്പ് പൊട്ടിയത് നാട്ടുകാരുടെ വ്യാപക പ്രതിഷേധത്തിനിടയാക്കി. കലൂർ സ്റ്റേഡിയം റോഡിലാണ് മെട്രോ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പൈലിങ്ങിനെ തുടർന്ന് വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പ് പൊട്ടിയത്. കുടിവെള്ള വിതരണം മുടങ്ങിയതിനാൽ നാട്ടുകാർ റോഡിലിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് ഗതാഗത തടസ്സവുമുണ്ടായി. ജില്ലാ കളക്ടർ നേരിട്ടെത്തി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത്. പാലാരിവട്ടം, തമ്മനം തുടങ്ങിയ ഭാഗങ്ങളിൽ ദിവസങ്ങളായി കുടിവെള്ള വിതരണം മുടങ്ങിയിരുന്നു. തിങ്കളാഴ്ച ജലവിതരണം പുനരാരംഭിച്ച് വൈകാതെയാണ് കൊച്ചി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പൈലിംഗ് ജോലികളെ തുടർന്ന് രാത്രി പൈപ്പ് ലൈൻ പൊട്ടിയത്. ഇതോടെ റോഡിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതിവിടുത്തെ ആരുടെ കുഴപ്പമാണ്? ജനങ്ങളുടെ കുഴപ്പമാണോ? അതോ നേതൃത്വത്തിന്റെ കുഴപ്പമാണോ? അത് പുതിയ ഭരണസമിതി വന്നതിന്റെ കുഴപ്പമാണോ? അത് ആരാധന പറയണം. ആധുനികമായിട്ടുള്ള എല്ലാ മിഷനറികളും ഉണ്ട്, എന്നിട്ട് പോലും ഇവർക്ക് ഈ ഭൂമിയുടെ അടിയിലുള്ള പൈപ്പ് കണ്ടില്ലേ? ഉമാ തോമസ് MLA, കൊച്ചി കോർപ്പറേഷൻ കലൂർ സ്റ്റേഡിയം ഡിവിഷനിൽ നിന്നുള്ള നിയുക്ത കൗൺസിലർ ദീപ്തി മേരി വർഗീസ് തുടങ്ങിയവരും സ്ഥലത്തെത്തി. നാട്ടുകാരും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ കളക്ടർ G. പ്രിയങ്ക സ്ഥലത്തെത്തി വാട്ടർ അതോറിറ്റി KMRL അധികൃതരുമായി പ്രശ്നം ചർച്ച ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ ബന്ധപ്പെട്ട അധികൃതരുമായി വിശദമായി വിഷയം ചർച്ച ചെയ്യുമെന്നും കുടിവെള്ളം ലഭ്യമാക്കാൻ താൽക്കാലിക സംവിധാനമൊരുക്കുമെന്നും കളക്ടർ അറിയിച്ചു. സോ ആ ലീക്ക് നമ്മളെല്ലാം മെഷർമെൻറ്റ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. KWA അത് നാളെ വൈകുന്നേരത്തേക്ക് ഇതാവും. അതൊരു ചെറിയ ലീക്കാണ്. ആൻഡ് അതല്ലാതെ ഇപ്പോൾ രാത്രിയിൽ KWA വിത്ത് മെട്രോ വാട്ടർ സപ്ലൈ ചെയ്യുന്നതായിരിക്കും. ചെറിയ ചെറിയ ടാങ്കറുകളിലും വലിയ വലിയ ടാങ്കറുകളിലും മരടിലിനെ KWAയുടെ വാട്ടർ തന്നെ എടുത്തിട്ട് മെട്രോയുടെ പേയ്മെൻറ്റ് അടിസ്ഥാനത്തിൽ കുറച്ചാണെങ്കിലും കുറച്ച് കൂടുതൽ സ്ഥലത്താണെങ്കിലും വെള്ളം എത്തിക്കുന്നതായിരിക്കും. നാളെ രാവിലെ 9:30-ക്ക് ബഹുമാനപ്പെട്ട MLA, പിന്നെ വാർഡ് കൗൺസിലർ, പിന്നെ KWA ആൻഡ് KSEB, പിന്നെ മറ്റുള്ള ഇതിൽ വി വിൽ എൻഷുർ ദാറ്റ് ഒരു മീറ്റിംഗ് എടുത്തിട്ട്. കളക്ടറുടെ ഉറപ്പിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി.